ഹലോ, ഉഴുന്നൊന്നും അരക്കാതെ പെട്ടെന്നൊരു വട തയ്യാറാക്കിയാലോ? രാവിലെ ബാക്കി വന്ന ഉപ്പുമാവ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ വട തയ്യാറാക്കണത്. റവൻ്റെ ഉപ്പുമാവാണ്. അതിലേക്കൊരു കഷ്ണം ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിൻ്റെലൊക്കെ കട്ടാക്കിയാണ്. ഇന്നൊരു പാത്രത്തിലേക്ക് നമുക്ക് ആ ഉപ്പുമാവ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നേരത്തെ കട്ടാക്കിയ ഇഞ്ചിയും പച്ചമുളകും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി മെയിനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണ്ടേ. ചിക്കൻ മസാല ഈ വടക്ക് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ നമ്മളെ ഉപ്പുമാവിൽ ഉപ്പുണ്ടാവും, പക്ഷേ എനിക്ക് ഇത്തിരി ഉപ്പ് കുറവായിട്ട് തോന്നിയിട്ട് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഉപ്പുമാവ് ഒന്ന് ഡ്രൈ ആയിരിക്കുമല്ലോ, വൈകുന്നേരമൊക്കെ ആയില്ലേ, അപ്പോൾ ഞാനതൊന്ന് കുഴച്ചെടുക്കാൻ ഒരു 1/4 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഉപ്പുമാവൊക്കെ നല്ലൊന്ന് കുഴച്ച് സെറ്റായി കിട്ടണം, എന്നാലും നമുക്ക് വടൻ്റെ ഷേപ്പാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ ഓരോന്നും ഞാൻ ഉരുളെടുത്തുകൊണ്ട് അങ്ങനെ വടൻ്റെ ഷേപ്പാക്കാൻ വേണ്ടി നടുവിൽ റോൾസൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും ഞാൻ വടൻ്റെ ഷേപ്പാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ അതേപോലെ മുഴുവനും വടൻ്റെ ഷേപ്പാക്കി എടുത്തിടണം. ഷേപ്പ് ഏത് വേണമെങ്കിലും ചെയ്യട്ടോ, എങ്ങനെ ആയാലും സംഭവം ഒരേ ടേസ്റ്റാണ്, സംഭവം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഓരോന്നും നമുക്കിതാ ചൂടോടുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. ഇതിന് നമുക്ക് ഉഴുന്ന് വട എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും റവ വട എന്നൊക്കെ പറയാം. സംഭവം പുറം നല്ല ക്രിസ്പി ആക്കാറ്, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതേപോലെ തന്നെ ചായ തിളക്കുന്ന സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് സ്നാക്സ് റെഡിയാകും. അതേപോലെ കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഒരു ഈവനിങ് സ്നാക്സിനൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മളധികം ഈ ഉപ്പുമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് അതും ആരും മെയിൻ്റെ ചെയ്യൂല, പിന്നെ പിറ്റേ ദിവസം പുറത്തേക്ക് ഇടൂലേ. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ഷേപ്പ് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ സോസിൻ്റെ കൂട്ടത്തിലൊക്കെ കഴിക്കാൻ അടിപൊളിയാണ്. നല്ല കട്ടൻ ചായ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. അപ്പോൾ ഇനി ഉപ്പുമാവൊക്കെ ബാക്കി വരുന്ന സമയത്ത് ഒന്നിങ്ങനെ ട്രൈ ആക്കി നോക്കിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്നും ചെയ്യാൻ മറക്കല്ല. താങ്ക് യു ഫോർ വാച്ചിങ്.